ക്രിസ്തുവിൽ പ്രിയരെ, വചനയാത്രയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള നിയമജ്ഞരുടെയും ഫരിസേയരുടെയും കപടനാട്യത്തെക്കുറിച്ചാണ്. ഈ വചനഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ 5-ാമത്തെ പ്രഭാഷണമായ യുഗാന്ത്യ പ്രഭാഷണത്തിൻ്റെ ആരംഭമാണ്. ഇവിടെ നിയമജ്ഞരെയും ഫരിസേയരെയും യേശു നിശിതമായി വിമർശിക്കുന്നു. സുവിശേഷ വിവരണം അനുസരിച്ച് 3 തെറ്റുകളാണ് അവർ ചെയ്തത്. ഒന്നാമതായി, അവർ പഠിപ്പിക്കുന്നു, എന്നാൽ അനുവർത്തിക്കുന്നില്ല. വിശുദ്ധ ഗ്രന്ഥം വായിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ അത് ജീവിതഗന്ധിയാക്കി മാറ്റുന്നില്ലെങ്കിൽ അതിനർത്ഥമോ സാക്ഷ്യമോ ഇല്ല. രണ്ടാമതായി, മറ്റുള്ളവരുടെ ചുമലിൽ ഭാരമുള്ള ചുമടുകൾ വച്ചു കൊടുക്കുന്നു, എന്നാൽ സഹായിക്കാൻ ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല. നിയമങ്ങൾ അനുസരിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നവർ സാധാരണ ജനങ്ങളുടെ വിചാരങ്ങളും അവരുടെ അവസ്ഥകളും മനസ്സിലാക്കുന്നില്ല. സഹതാപമോ കാരുണ്യമോ പുലർത്താൻ സന്നദ്ധരാകുന്നില്ല. മൂന്നാമതായി, മറ്റുള്ളവർ കാണുന്നതിനും അംഗീകരിക്കുന്നതിനും അവർ പ്രവൃത്തികൾ ചെയ്യുന്നു. ഈ വിമർശന പ്രഭാഷണത്തിൻ്റെ പിന്നിൽ വിശുദ്ധ മത്തായിയുടെ സഭാസമൂഹത്തിൻ്റെ ജീവിത സാഹചര്യവും സ്വാധീനവും കാണാൻ കഴിയും. AD 70 ജെറുസലേം നഗരവും ജെറുസലേം ദേവാലയം നശിപ്പിക്കപ്പെട്ടതിനു ശേഷം യഹൂദമതത്തിൻ്റെ നേതൃത്വം ഏതാണ്ട് പൂർണ്ണമായും ഫരിസേയരിലെത്തി. സദൂക്കായ നേതൃത്വം നാമമാത്രമായി. ഈ പുതിയ നേതൃത്വമാണ് ദൈവരാജ്യ പ്രവേശനത്തിൽ നിന്ന് യഹൂദരെ തടയുന്നതെന്ന് മനസ്സിലാക്കിയ വിശുദ്ധ മത്തായി ഈ സാഹചര്യത്തെ വിമർശിച്ചുകൊണ്ടാണ് ഈ വിമർശന പ്രഭാഷണം നൽകുന്നത്. അതോടൊപ്പം ക്രിസ്തീയ സഭയ്ക്ക് ഒരു മുന്നറിയിപ്പും ഈ പ്രഭാഷണത്തിൽ കാണാൻ കഴിയും. ഇന്നത്തെ വചനത്തിലെ സംബോധനകളിൽ റബ്ബി എന്നും പിതാവേ എന്നും ആരെയും വിളിക്കരുത്, ഭൂമിയിൽ പിതാവേ എന്ന് ആരെയും വിളിക്കരുത് എന്നത് ചില സഭാസമൂഹങ്ങൾ കത്തോലിക്കാ സഭയെ വിമർശിക്കാൻ ദുരുപയോഗിക്കുന്ന വചനമാണ്. റബ്ബി എന്നാൽ എൻ്റെ ഉന്നതൻ, ശ്രേഷ്ഠൻ എന്നാണ് അർത്ഥം. ഇത് യഹൂദ ഗുരുക്കന്മാർക്ക് AD 1-ാം നൂറ്റാണ്ടിൽ സാധാരണയായി നൽകിയിരുന്ന സ്ഥാനപ്പേരാണ്. ഗുരു എന്ന പദം വിശ്വാസികളല്ലാത്തവർ ഉപയോഗിക്കുന്ന പദമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ യൂദാസ് അല്ലാതെ മറ്റാരും യേശുവിനെ റബ്ബി എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യുന്നില്ല. പിതാവ് എന്ന അഭിസംബോധന പിൽക്കാലത്ത് യഹൂദരുടെ ഇടയിൽ രൂപം കൊണ്ടതാകണം. ഭൂമിയിൽ ആരെയും നിങ്ങൾ പിതാവേ എന്ന് വിളിക്കരുത്, എന്നാൽ ഒരു പിതാവേയുള്ളൂ, സ്വർഗസ്ഥനായ പിതാവ്. എന്നാൽ ക്രിസ്തീയ സഭകളിൽ ചിലർ കത്തോലിക്ക വിശ്വാസികളെ വിമർശിക്കുവാൻ ഈ വചനഭാഗം ദുർവ്യാഖ്യാനം ചെയ്യുന്നു. ക്രിസ്തു തന്നെ യേശുവിൻ്റെ സമകാലികരായ പിതാക്കന്മാരുടെ പ്രവൃത്തികളെക്കുറിച്ച് പറയുന്നുണ്ട്. മത്തായി 23:30 നിങ്ങളുടെ പിതാക്കന്മാർ പ്രവാചകന്മാരെ വധിച്ചുവെന്നും നിങ്ങളുടെ പിതാക്കന്മാരുടെ പ്രവൃത്തികൾ പൂർത്തിയാക്കുവിൻ എന്നും പറയുന്നു. വിശുദ്ധ യോഹന്നാൻ 6:58 പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു എങ്കിലും മരിച്ചു എന്ന് രേഖപ്പെടുത്തുന്നു. അബ്രഹാമിനെ തിരുവചനം പിതാവായ അബ്രഹാം എന്ന് വിളിക്കുന്നു. ഇങ്ങനെ വ്യത്യസ്തമായ അർത്ഥത്തിൽ പിതാവേ എന്ന പദം ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നതായി കാണാൻ കഴിയും. കത്തോലിക്ക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നാം സ്വർഗസ്ഥനായ പിതാവിനാൽ സൃഷ്ടിക്കപ്പെട്ട് ഭൗമിക പിതാക്കന്മാരിൽ നിന്ന് ജനിച്ച് ആത്മീയ പിതാക്കന്മാരാൽ സ്വർഗത്തിലേക്ക് വഴി നടത്തപ്പെടുന്നവരാണ്. അതിനാൽ നാം സർവശക്തനായ ദൈവത്തെ സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിക്കുന്നു. ശാരീരികമായി ജന്മം നൽകിയ അപ്പനെന്നോ പിതാവെന്നോ മാനുഷിക അർത്ഥത്തിൽ വിളിക്കുന്നു. ആത്മീയ പിതാക്കന്മാരെ നാം ആത്മീയ അർത്ഥത്തിൽ പിതാവേ എന്ന് വിളിക്കുന്നു. ആത്മീയ പിതാക്കന്മാരെയും സത്യവിശ്വാസം പഠിപ്പിക്കുന്നവരെയും പിതാക്കന്മാരെന്ന് വിളിക്കുന്ന പാരമ്പര്യം അപ്പോസ്തലിക കാലം മുതൽ സത്യസഭയിലുണ്ടായിരുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 4:15 വിശുദ്ധ പൗലോസ് തൻ്റെ വചനപ്രഘോഷണം വഴി ക്രിസ്ത്യാനികളായവരുടെ പിതൃത്വം അവകാശപ്പെടുന്നു. നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഉപദേഷ്ടാക്കൾ ഉണ്ടായിരിക്കാം, എന്നാൽ പിതാക്കന്മാർ അധികമില്ല. സുവിശേഷ പ്രസംഗം വഴി യേശുക്രിസ്തുവിൽ നിങ്ങൾക്ക് ജന്മം നൽകിയത് ഞാനാണ്. ആത്മീയ പിതൃത്വം ഉള്ളതുകൊണ്ടാണ് ആത്മീയ പിതാക്കന്മാരെ പിതാവെന്ന് വിളിക്കുന്നത്. ഇത് തികച്ചും ബൈബിൾ അധിഷ്ഠിതമാണ്. ഭൗമിക പിതാക്കന്മാരെക്കുറിച്ച് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 12:9 പറയുന്നു, ഇതിനു പുറമെ നമ്മെ തിരുത്തുന്നതിന് നമുക്ക് ഭൗമിക പിതാക്കന്മാർ ഉണ്ടായിരുന്നു, നാം അവരെ ബഹുമാനിക്കുകയും ചെയ്തു.
ലൂക്കായുടെ സുവിശേഷം 16:24 ധനവാന്റെയും ലാസറിൻ്റെ ഉപമയിൽ ധനവാൻ വിളിച്ചു പറഞ്ഞു, പിതാവായ അബ്രഹാമേ എന്നിൽ കനിയണമേ. വീണ്ടും ലൂക്ക് 16:27 അപ്പോൾ അവൻ പറഞ്ഞു, പിതാവേ അങ്ങനെയെങ്കിൽ ലാസറിനെ എൻ്റെ പിതൃഭവനത്തിലേക്ക് അയക്കണമേ. ഭൗമിക പിതാക്കന്മാരെയും ആത്മീയ പിതാക്കന്മാരെയും പിതാവെന്ന് വിളിക്കുന്നത് ദൈവഹിതത്തിനും ദൈവിക പദ്ധതിക്കും എതിരായിരുന്നെങ്കിൽ ധനവാന്റെയും ലാസറിൻ്റെ ഉപമയിൽ അബ്രഹാമിനെ പിതാവ് എന്ന് വിളിക്കുമായിരുന്നു. സാധാരണ രീതിയിൽ ആരെയും അവരുടെ അർഹതയനുസരിച്ച് പിതാവെന്ന് വിളിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ സ്വർഗസ്ഥനായ പിതാവ് എന്ന അർത്ഥത്തിൽ ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കരുത്. ദൈവത്തിൻ്റെ സ്ഥാനത്ത് ആരെയും പ്രതിഷ്ഠിക്കരുത് എന്നർത്ഥമേ അതിനുള്ളൂ. നാം സ്വർഗസ്ഥനായ പിതാവേ എന്ന അർത്ഥത്തിൽ ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഭൗമിക പിതാക്കന്മാരെയും ആത്മീയ പിതാക്കന്മാരെയും പിതാവേ എന്ന് വിളിക്കുന്നു. നമുക്ക് ഒരു ഗുരുവേ ഉള്ളൂ, അത് ക്രിസ്തുവാണ്. നാം എല്ലാം സഹോദരങ്ങളാണ്. ഓരോ വ്യക്തിയെയും പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദാനങ്ങളുടെയും കൃപകളുടെയും വ്യത്യസ്തതകൾ സേവനങ്ങളിൽ പ്രകടമാണ്. വ്യത്യസ്ത കൃപകളുടെ അടിസ്ഥാനത്തിൽ ക്രിസ്തു ശിഷ്യർ തങ്ങളുടെ കടമകളും ഉത്തരവാദിത്വങ്ങളും നിർവഹിക്കുമ്പോൾ ഈ ഭൂമിയിൽ നാം സഹോദരങ്ങളെപ്പോലെ വർദ്ധിക്കുന്നു. ഏകപിതാവിൻ്റെ വത്സല മക്കളായിത്തീരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.